ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സഭയുടെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2026 മാർച്ച് മാസം 24-ാം തീയതി പുറപ്പെടുവിച്ച വിധിയെ സംബന്ധിച്ച് നമ്മുടെ ചില ആളുകളെങ്കിലും ചില ആശങ്കകളും സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വ്യാജ വാർത്തകളാണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ആ വിധി സംബന്ധിച്ച് ചില വ്യക്തതകൾ വിശ്വാസികളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. ഏകദേശം 300 പേജിന് മുകളിലുള്ള ഒരു വിധി വന്ന ഉടൻ തന്നെ എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയം പോലുള്ള മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ പള്ളികളുടെ മുമ്പിൽ കരിമരുന്ന് പ്രയോഗം നടത്തിയും ബഹളങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ സന്തോഷപ്രകടനം നടത്തിയ ആളുകൾ ഇപ്പോഴെങ്കിലും വിധി പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് തൊട്ടടുത്ത ദിവസം, അതായത് മാർച്ച് മാസം 25-ാം തീയതി ഔദ്യോഗികമായി ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. വിധി പൂർണ്ണമായും വായിച്ച് ഗ്രഹിക്കാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ എന്ന ബോധ്യമാണ് അതിന് പിന്നിലുള്ളത്. ഈ വിധി മലങ്കര സഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുന്നതാണോ എന്ന സംശയം ചിലരിലെങ്കിലും ഉണ്ട്. എന്നാൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അടിവരയിട്ട് പറയട്ടെ, ഈ വിധി ഒരു തരത്തിലും മലങ്കര സഭയ്ക്ക് ദോഷമുണ്ടാകുന്നതല്ല. കാരണം മലങ്കര സഭയുടെ 1934 ഭരണഘടന സഭയുടെ എല്ലാ പള്ളികൾക്കും ഒരുപോലെ ബാധകമാണെന്ന് ഈ വിധിയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വരാവുന്ന മറ്റൊരു ചോദ്യം ഇവിടെയുണ്ട്. 2017 ജൂലൈ മാസം 3-ാം തീയതിയിലെ വിധി 3 പള്ളികൾക്കുള്ളതാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പരാമർശം വന്നു എന്നത് ശരിയാണ്. കോടതി വിധിയിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. എന്നാൽ അതേസമയം തന്നെ 2017 വിധിയിൽ 28 പോയിന്റുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം അതേ പ്രകാരം നിലനിർത്തി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വിധി പറഞ്ഞിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. 28 പോയിന്റുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുപോലെ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ മാതൃസഭയോട് ചേർക്കപ്പെടുകയും സമാധാനപരമായി ആരാധനകൾ നടക്കുകയും ചെയ്യുന്നതായ ദൈവാലയങ്ങളിലെ ഏതെങ്കിലും തരത്തിൽ ഈ വിധി ബാധിക്കുമോ എന്നതാണ് ചിലരുടെയെങ്കിലും ഒരാശങ്ക. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, വിധി നടപ്പായ പള്ളികളെ ബാധിക്കുന്നതായ എന്തെങ്കിലും ഒരു പരാമർശം ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വിധി നടപ്പിലായ പള്ളികളെല്ലാം കീഴ്ക്കോടതി മുതൽ പരമോന്നത കോടതി വരെ ഇഴകീറി കൃത്യമായി പരിശോധിച്ച് വിധി പ്രഖ്യാപിച്ച പള്ളികളാണ്. അവ എക്കാലവും മലങ്കര സഭയുടെ ആത്മീയ ഇടങ്ങളായി നിലനിൽക്കും എന്നതിൽ ആർക്കും സംശയം വേണ്ട. ഇനി ഒരു കേസുകളിലും പോലീസ് ഇടപെടില്ല എന്നൊരു കരക്കമ്പി ചിലരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് സിവിൽ അതോറിറ്റികൾക്ക് പള്ളികൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന പരാമർശമാണ്, കോടതി വിധിയിലെ പരാമർശമാണ് ഇത്തരം കിംവദന്തികൾക്ക് ആധാരമായിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പള്ളികൾ മലങ്കര സഭ ഭരണഘടന പ്രകാരമാണ് ഭരിക്കപ്പെടേണ്ടതെന്നും ജില്ലാ ഭരണകൂടങ്ങളല്ല അത് ഏറ്റെടുക്കേണ്ടതെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് പ്രൊട്ടക്ഷൻ വയലേറ്റ് ചെയ്യുന്ന എന്ത് ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിലും കോടതികൾക്ക് ഇടപെടാനുള്ള അധികാരം ഡിവിഷൻ ബെഞ്ച് വിധിയിലൂടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അതായത് കേസ് കേൾക്കുന്ന സിംഗിൾ ബെഞ്ചിൻ്റെ വിവേചനാധികാരത്തെ ഡിവിഷൻ ബെഞ്ച് അസ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്.
ഇനി നമുക്ക് സെമിത്തേരി ബില്ലിലേക്ക് വരാം. കട്ടച്ചിറയിലടക്കം നടക്കുന്ന ചില നാടകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. സെമിത്തേരി ബിൽ സംബന്ധിച്ച് ഒരു കേസ് കോടതിയിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ 2026 മാർച്ച് മാസം 24-ാം തീയതി ഹൈക്കോടതിയിലെ വിധിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. കട്ടച്ചിറ തന്നെ ഉദാഹരണമായി നമുക്ക് എടുക്കാം. നിയമപ്രകാരമുള്ള വികാരിക്ക് മാത്രമാണ് സെമിത്തേരിയിൽ പ്രവേശിച്ച് കർമ്മങ്ങൾ നടത്തുവാനുള്ള അധികാരമുള്ളതെന്ന് ബില്ലിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതിന് പ്രകാരമാണ് അനധികൃതമായി പ്രവേശിക്കുവാൻ ശ്രമിച്ച വൈദികർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പോലീസ് അധികാരികൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയല്ല അതിന് പിന്നാലെ പോയത്, പോലീസ് അധികാരികളാണ് അത് കൃത്യമായി മനസ്സിലാക്കി കേസുകൾ എടുത്തിരിക്കുന്നത്. വിശ്വാസികൾക്കിടയിലും പൊതു സമൂഹത്തിനിടയിലും അവശേഷിക്കുന്ന സംശയങ്ങൾ കുറച്ചെങ്കിലും ഈ വീഡിയോയിലൂടെ ദൂരീകരിക്കപ്പെടുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മാധ്യമ വിഭാഗത്തിൻ്റെ യൂഹാനൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത.